വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്, അതായത് OLAP എന്നുള്ളത്. OLAP ക്യൂബ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അത് എന്തിനാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ടാണ് അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഇവിടെ ഒരു OLAP ക്യൂബ് വരച്ചിട്ടുണ്ട്. ഇത് എക്സാമിന് നമ്മൾ വരയ്ക്കേണ്ടതാണ്. 5 ബേസിക് അനലിറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡ്രിൽ ഡൗൺ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ റോൾ അപ്പ്, തേർഡ് വൺ ഡൈസ്, ദെൻ സ്ലൈസ്, അറ്റ് ലാസ്റ്റ് പിവോട്ട്. ഇത്രയാണ് 5 ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് OLAPയിൽ വരുന്നത്. ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഡ്രിൽ ഡൗൺ എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സം ഇൻഫർമേഷൻ നമ്മൾ ഡ്രില്ലിംഗ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇൻഫർമേഷൻ പിന്നെയും ഡ്രില്ലിങ്, അതായത് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെയും അതിൽ തന്നെ ഡീപ്പനിങ് ആയിട്ട് ഇൻഫർമേഷൻ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. അതായത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും, അതായത് സം സോർട്ട് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്ത് അപ്ലൈ ചെയ്യുന്നു, ഡ്രിൽ ഡൗൺ എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നു. മീൻസ് മോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാനാണെങ്കിൽ കൺസിഡർ എ സെയിൽസ് ക്യൂബ് വിത്ത് ടൈം, ലൊക്കേഷൻ, പ്രൊഡക്ട്സ്. ഇതൊരു സെയിൽസ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക. അതിൽ ടൈം കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ പേരും കൂടെ കൊടുക്കുക കേട്ടോ. ഇത് ലൊക്കേഷനാണ്, ഇത് ടൈമാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇയറിലെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കുക സെയിൽസിനെ പറ്റി. പക്ഷേ ഡ്രിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർ മാത്രം മതിയോ? ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഓവറോൾ റിവ്യൂ ആയിരിക്കും. പക്ഷേ നമുക്ക് പിന്നെയും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാർട്ടർ വൈസിൽ ഇൻഫർമേഷൻ എടുക്കുന്നു. അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മന്ത്ലി ഇൻഫർമേഷൻ എടുക്കുന്നു. ഇതാണ് സിംപ്ലി ഡ്രിൽ ഡൗൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റോളപ്പ് എന്ന് പറയുന്നത്. അത് നേരെ ഓപ്പോസിറ്റ് ആണ് ഡ്രിൽ ഡൗണിൻ്റെ. അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ഡ്രിൽ അപ്പ് എന്നുള്ളത്. വി ആർ നോട്ട് ഗോയിങ് ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടില്ലേ, ഫ്രം ദ എബോവ് ഫിഗർ വി ജസ്റ്റ് ഫോക്കസ് ഓൺലി എ ബി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു ഫിഗർ വരച്ചില്ലായിരുന്നോ, ഇവിടെ നമുക്ക് ABനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം മതി, വേറൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറ്റി, സ്റ്റേറ്റ്, കൺട്രി എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. അതിൽ നമുക്ക് സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളയുടെ മാത്രം ഇൻഫർമേഷൻ മതി, അല്ലാതെ ഈച്ച് സിറ്റി, കേരളത്തിലെ ഓരോ സിറ്റിയുടെ ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല. ഇനി ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ എവർ വി നീഡ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ക്യൂബ് ദെൻ വി എക്സ്ട്രാക്ട് ദ ഇൻഫർമേഷൻ ബൈ യൂസിങ് ദ ഓപ്പറേഷൻ ഡൈസ്. അതായത് ഒരു സ്മോൾ പാർട്ട് ഓഫ് ദ ക്യൂബിൻ്റെ മാത്രം ഇൻഫർമേഷൻ മതിയെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഓപ്പറേഷൻ ഡൈസ് യൂസ് ചെയ്യുന്നു. അതായത് സെയിൽസ് ഓഫ് പ്രൊഡക്ട്സ് എ ആൻഡ് ബി എന്ന് പറയുന്ന പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ, അതായത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 2025 മാത്രം സെയിൽസ് റിപ്പോർട്ട് മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി, ഡൈസ് യൂസ് ചെയ്യാൻ മതി, ഡൈസ് ഓപ്പറേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്ലൈസ് എന്ന് പറയുന്നത്. സ്ലൈസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതായത് ഒരേ ഒരു ഡയമെൻഷൻ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സെയിൽസ് ഡേറ്റ വാല്യൂ ഫോർ ഇയർ ഈക്വൽ ടു 2025 ഓൺലി. അതായത് 2025 സെയിൽസ് വാല്യൂ മാത്രം, സെയിൽസ് ഡേറ്റ മാത്രം നമുക്ക് മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് പിവോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേറ്റ് എന്നും കൂടെ ഉണ്ട്. അതായത് സിംപ്ലി റൊട്ടേറ്റ് ഇറ്റ് വൺസ്. അതായത് ഒരു ക്യൂബിക്സ് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, ദ ഡീറ്റെയിൽസ് വിൽ ഗോ അപ്വേർഡ്, ഡൗൺവേർഡ്, ലെഫ്റ്റ്, റൈറ്റ്. അതായത് നേരത്തെ ഇരുന്നത് തല തിരിഞ്ഞ് ലെഫ്റ്റിലുള്ളത് റൈറ്റിലോട്ടാവും, അപ്വേർഡ് ഇരുന്നത് ഡൗൺവേർഡ് ആവും, ആ രീതിയിൽ വരും. അതായത് റോസും കോളംസും സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഡയമെൻഷൻ ടേബിൾ അവിടെ അതായത് നമ്മളൊരു ഡേറ്റ മോഡൽ അവിടെ എടുത്തില്ലായിരുന്നോ, അതിലെന്താണ് ജസ്റ്റ് ആ പ്രൊഡക്റ്റും ടൈമും ഉള്ള റോസും കോളംസും നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, പിവോട്ട് എന്ന് പറയാം.